അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷം അഥവാ 2024 ജനുവരിയിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ നടന്ന 10ാം ക്ലാസ് പൊതുപരീക്ഷയുടെ ഫിഖ്ഹിന്റെ ആൻസർ കീയാണ് വായിക്കുന്നത്. 80 മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, വായിക്കാം. ആദ്യമായി ശരിയുത്തരത്തിന്റെ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. പണമുണ്ട്, പക്ഷേ ജീവിത ചെലവിന് തികയില്ല. വാരിം, ഫഖീർ, മിസ്കീൻ. ഇവിടെ ശരി മിസ്കീൻ. 2. നിക്കാഹ് ചെയ്യൽ സുന്നത്തുള്ള മാസം ഷവ്വാല്, ഷഅബാന്, റബീഉൽ അവൽ. ശരിയുത്തരം ഷവ്വാൽ. ചോദ്യം 3. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ ഇദ്ദ ആചരിക്കണം. 2 മാസം 10 ദിവസം, 3 മാസം 10 ദിവസം, 4 മാസം 10 ദിവസം. ശരിയുത്തരം 4 മാസം 10 ദിവസം. 4. ചോദ്യം, വാടകക്ക് നൽകുന്നതിന്റെ റുക്കുനുകളിൽ പെട്ടതാണ് മുഈർ, റാഹിന്, മുഖ്ർ. ശരിയുത്തരം മുഖ്ർ. ചോദ്യം 5. മൃഗത്തിന്റെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വിൽക്കൽ കറാഹത്ത്, ഹറാമ്, ജായിസ്. ശരി ഹറാം. ചോദ്യം 6. 2 തവണ കൊടുത്താൽ സ്വതക്ക ചെയ്ത പ്രതിഫലം ലഭിക്കും. അർറഹ്ന്, ഇആറത്ത്, അൽ ഖർള്. ശരിത്രം അൽ ഖർള്. ഇനി 2ാമത്തെ സെക്ഷനാണ് ചേരുംപടി ചേർക്കുക. 1. പണം റൊക്കം നൽകൽ. ഇവിടെ ലെറ്റേഴ്സ് കൊടുത്തിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ലെറ്റർ സി, സലമിന്റെ ഷർത്ത്. 2. രാത്രിയിലായിരിക്കാൻ. ലെറ്റർ ഇ, നോമ്പിന്റെ നിയ്യത്തിന്റെ ഷർത്ത്. 3. അർഹരായവർക്ക് വിതരണം ചെയ്യൽ. ലെറ്റർ എ, സക്കാത്ത് വീട്ടുന്നതിന്റെ ഷർത്ത്. 4. ലാഭം എത്ര ഭാഗമാണെന്നറിയൽ. ലെറ്റർ ബി, ഖിറാദിന്റെ ഷർത്ത്. 5. ശുദ്ധിയുള്ളതായിരിക്കൽ. ലെറ്റർ ഡി, വിൽപ്പന വസ്തുവിന്റെ ഷർത്ത്. ഇനി 3ാമത്തെ സെക്ഷൻ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അതിലൊന്ന്, അല്ലാഹുമ്മ ഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം. 2. മൻ ഹജ്ജ ഹാദൽ ബൈത ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമി വലത്തുഹു ഉമ്മുഹു. ഇവിടെ റെഡ് കളറിൽ എഴുതിയതാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ചത്. 3. വീട്ടാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ലാത്തവൻ അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങൽ ഹറാം ആണ്. 4. നായ വിൽപ്പന നടത്തുന്ന സ്വഹീഹാവില്ല, കാരണം അത് നജസാൻ. 5. വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കൽ മുനാഫിഖിന്റെ ലക്ഷണമാണ്. 6. ചെവി കേൾക്കാത്തവർക്ക് സലാമടക്കുമ്പോൾ പറയുന്നതോടൊപ്പം ആംഗ്യം കാണിക്കലും നിർബന്ധമാണ്. ഇനി 4ാമത്തെ സെക്ഷൻ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. അതിൽ 1ാമത്തെ ചോദ്യം, അനുവദനീയമായ കാര്യങ്ങളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം. ഉത്തരം ത്വലാഖ്. ചോദ്യം 2. ഇആറത്തിന്റെ വിധി എന്ത്? സുന്നത്ത്. ഇആറത്ത് പറഞ്ഞാല് വായ്പ കൊടുക്കുന്നതിന്റെ വിധി സുന്നത്ത്. 3. റമദാൻ മാസപ്പിറവി ഉറപ്പിക്കാൻ എത്ര സാക്ഷികൾ വേണം? ഉത്തരം ഒരു പുരുഷൻ. 4. എത്ര സ്വർണം കൈവശമുണ്ടായാൽ സക്കാത്ത് നിർബന്ധമാകും? 85 ഗ്രാം. 5. നോമ്പുകാരന് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എപ്പോൾ? അത്തായ സമയത്ത്. 6. ചോദ്യം, വദിയാത്ത് സൂക്ഷിക്കാൻ കഴിയുന്നവൻ അത് സ്വീകരിക്കുന്ന വിധി. വദിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷിപ്പ് സ്വത്ത്. സൂക്ഷിക്കാൻ കഴിയുന്നവൻ അത് സ്വീകരിക്കുന്നതിന് വിധി. ഉത്തരം സുന്നത്ത്. 5ാമത്തെ സെക്ഷൻ ഒറ്റവാരി ഉത്തരം എഴുതുക. 1. വിജനമായ സ്ഥലത്ത് എത്തിയ ഒരാൾ എങ്ങനെയാ സലാം പറയേണ്ടത്? വിജനമായ സ്ഥലം പറഞ്ഞാല് ജനശൂന്യമായ സ്ഥലം, മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്ത് വന്നാൽ എങ്ങനെ സലാം പറയേണ്ടത്? ഉത്തരം അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. 2. ഭാര്യയെ ത്വലാഖ് ചൊല്ലൽ ഹറാമുള്ള സന്ദർഭങ്ങൾ ഏത്? ഹൈലിലും ജിമാഅ് ചെയ്ത ശുദ്ധിയിലും. ചോദ്യം 3. ഷിർക്കത്തുൽ ഐനാൻ എന്നാൽ എന്ത്? ഷിർക്കത്ത് പറഞ്ഞാൽ എന്താണ്? ഷെയർ ബിസിനസ് അഥവാ ഷെയർ കച്ചവടം എന്നാൽ എന്ത്? കച്ചവടം ചെയ്യാൻ വേണ്ടി 2 പേർ അവരുടെ സമ്പത്തിൽ പങ്കുകാരാവലാണ്. 4. ചോദ്യം,
അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. സാരമെഴുതുക. ഇത് ഒരു ഹദീസാണ്. ഹദീസിന്റെ അർത്ഥമാണ് എഴുതേണ്ടത്. നിന്നെ വിശ്വസിച്ചേൽപ്പിച്ചവന് ഏൽപ്പിച്ച സ്വത്ത് നീ തിരിച്ചു നൽകണം. നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത്. 5-ാമത്തെ ചോദ്യം, കച്ചവടത്തിന് ഈജാബ് നിർബന്ധാണ്. എന്താണ് ഈജാബ്? ഉടമപ്പെടുത്തി കൊടുക്കുന്നതിന്റെ മേൽ പ്രത്യക്ഷമായി അറിയിക്കുന്ന പദമാണ്. ചോദ്യം 6, പണയ വസ്തു ആര് സൂക്ഷിക്കണം? ഉത്തരം, അവരുടെ ധാരണപ്രകാരം രണ്ടിൽ ഒരാളുടെ അടുത്തോ മറ്റൊരാളുടെ അടുത്തോ. 7-ാമത്തെ ചോദ്യം, കച്ചവടച്ചരക്കിന് സകാത്ത് നിർബന്ധമാകുന്നത് എപ്പോൾ? സകാത്ത് നൽകേണ്ടത് എത്ര? 2 ചോദ്യമാണ് അതിൽ. ഉത്തരം, കൊല്ലവസാനം കണക്കെത്തിയാൽ 10/4. 2-ാമത്തിന്റെ ഉത്തരം. ഇനി 6-ാമത്തെ സെക്ഷൻ കുറിപ്പ് എഴുതുക. 5 വരിയിൽ കുറയരുത്. മിനിമം 5 വരി വേണമെന്നർത്ഥം. അതിലൊന്ന് അൽ ഇജാറത്ത് അഥവാ വാടക. വാടകയെ കുറിച്ച് എഴുതാനാണ്. ഒരു ഉപകാരത്തെ ഉടമപ്പെടുത്തി കൊടുക്കലാണ് ഇജാറത്ത്. ഇജാറത്ത് 2 വിധം. 1 ഇജാറത്ത് ഐന്, 2 ഇജാറത്ത് ദിമ്മത്ത്. ഇജാറത്ത് ഐനിന്റെ ഉദാഹരണം, ഇത്ര രൂപക്ക് പകരമായിട്ട് ഈ വാഹനത്തെ 1 മാസത്തേക്ക് വാടകയായിട്ട് ഞാൻ തന്നു. ഇജാറത്ത് ദിമ്മത്തിന്റെ ഉദാഹരണം, ഇന്നാലിന്ന വാഹനത്തെ 1 മാസത്തേക്ക് വാടകയായി ഞാൻ തന്നു. അതിന്റെ റുക്കുനുകൾ മുഖറ്, മുക്തറ്, ഉജ്റത്ത്, മംഫഅത്ത്, ഈജാബ്, ഖബൂല്. ഇനി 2-ാമത്തെ സ്വദാഖ്. എന്താണ് സ്വദാഖിന്റെ അർത്ഥം? മഹർ. മഹറിനെ കുറിച്ച് എഴുതാനാണ്. സംയോഗം കൊണ്ടോ നിക്കാഹ് കൊണ്ടോ മഹർ നിർബന്ധമാകും. വിലയായി കണക്കാക്കാൻ പറ്റുന്നതല്ല മഹറാക്കാൻ പറ്റും. എങ്കിലും മഹർ വെള്ളിയാവലും 10 ദിർഹമിനേക്കാൾ ചുരുങ്ങാതിരിക്കലും 500 ദിർഹമിനേക്കാൾ കൂടാതിരിക്കലും സുന്നത്താണ്. വിവാഹ ഇടപാടിൽ മഹർ പറയലും സംയോഗത്തിന് മുമ്പ് അല്പം ഏൽപ്പിച്ചു കൊടുക്കലും സുന്നത്താണ്. ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മരിക്കൽ കൊണ്ടോ സംയോഗം കൊണ്ടോ മഹർ മുഴുവൻ സ്ഥിരപ്പെടും. സംയോഗത്തിന് മുമ്പുള്ള തലാഖ് കൊണ്ട് മഹർ പകുതിയാകും. അള്ളാഹു നമ്മുടെ മുഴുവൻ പരീക്ഷകളിലും നല്ല മാർക്ക് വാങ്ങി വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.